ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ആത്മോപദേശ ശതകം, മന്ത്രം 25. ഒരുവന് നല്ലതും അന്യനല്ലലും ചേർപ്പൊരു തൊഴിൽ ആത്മവിരോധിയോർത്തിടേണം. പരനു പരം പരിതാപമേകിടുന്നോർ എരിനരകാപ്തിയിൽ വീണെരിഞ്ഞിടുന്നോ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ഓം ശുഭദിനം, സുപ്രഭാതം. ആത്മോപദേശ ശതകം, മന്ത്രം 25. ഒരാൾക്ക് നന്മയും മറ്റൊരുവന് ദുഃഖവും ഉണ്ടാക്കി തീർക്കുന്ന തരം പ്രവർത്തികൾ ആത്മതത്വത്തിന് നിരക്കാത്തതാണ് എന്നുള്ളത് ഓർത്തിരിക്കേണ്ടതാണ്. അന്യനു വലിയ ദുഃഖം വരുത്തി വയ്ക്കുന്നവർ എരിഞ്ഞുകൊണ്ടിരിക്കുന്ന നരകക്കടലിൽ വീണ് കത്തിപ്പോകും. ഒരുവന്റെ കർമ്മം നല്ലതാണെങ്കിൽ നല്ല ഫലത്തെ അവന് കിട്ടും. ചീത്ത കർമ്മം ചെയ്യുന്നവന് സന്താപത്തെ ഉണ്ടാക്കുന്ന ഫലമാണ് ലഭിക്കുക. നാം ഇന്ന് ദുഃഖം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആ ദുഃഖത്തിന് ഹേതുകമായ കർമ്മങ്ങൾ നാം എപ്പോഴോ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വേറൊരാൾക്ക് കരുതിക്കൂട്ടി പരിതാപം ഏൽപ്പിക്കുന്നവർ നരകാഗ്നിക്ക് സമാനമായ ദുഃഖക്കടലിൽ വീണ് കത്തിയെരിയും. ആത്മാവ് സ്വയമേ അതിൻ്റെ ഏകദാനതയിൽ വർദ്ധിക്കുമെങ്കിലും കർമ്മം ചെയ്യുന്നവന് കർത്തൃത്വബോധം ഉള്ളതിനാൽ കർമ്മങ്ങളുടെ ഫലങ്ങളും അവന് തന്നെ ഏറ്റുവാങ്ങും. അതുകൊണ്ട് വേറൊരാൾക്ക് കരുതിക്കൂട്ടി പരിതാപം ഏൽപ്പിക്കുന്നവർ നരകാഗ്നിക്ക് സമാനമായ ദുഃഖക്കടലിൽ വീണ് കത്തിയെരിയും. ആത്മാവ് സ്വയമേ അതിൻ്റെ ഏകദാനതയിൽ വർദ്ധിക്കുമെങ്കിലും കർമ്മം ചെയ്യുന്നവൻ കർത്തൃത്വബോധം ഉള്ളതിനാൽ കർമ്മങ്ങളുടെ ഫലങ്ങളും അവൻ തന്നെ ഏറ്റുവാങ്ങും. മരിച്ചതിന് ശേഷമൊന്നും ആകണമെന്നില്ല. നരകമെന്ന വാക്ക് ദുഃഖത്തിൻ്റെ തീവ്രാവസ്ഥയെ കാണിക്കുവാനാണ്. അതെപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. അതുകൊണ്ട് ആത്മാവിൻ്റെ ഏകദാനതയ്ക്ക് നിരക്കുന്ന കർമ്മങ്ങൾ മാത്രം അനുഷ്ഠിക്കുക. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ.